الحمد لله الواحد الأحد الفرد الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في أفعاله، واحد في صفاته، واحد في ذاته، ليس كمثله شيء في الأرض ولا في السماء، وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واجعل لي لسان صدق في الآخرين، واجعلني من ورثة جنة النعيم، واغفر لأبي إنه كان من الضالين، ولا تخزني يوم يبعثون، يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. نهارك بطال وليلك نائم، وعيشك يا مسكين عيش البهائم. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, കൽപ്പന നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടെ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അതിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്ന അമലുകൾ ചെയ്ത് പ്രവർത്തിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും സഗൗരവം ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആലയെ പരിപൂർണമായി അറിഞ്ഞ് മനസ്സിലാക്കി മുത്തഖീങ്ങളുടെ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പലവിധ രോഗികൾ നമ്മുടെ പള്ളികളിലുണ്ട്, വീടുകളിലുണ്ട്, ആസ്പത്രി കിടക്കുകളിലുണ്ട്, പ്രവാസ ലോകത്തുണ്ട്. അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ സിഹത്തും ആഫിയത്തും ആരോഗ്യവും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തആല നീക്കിത്തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാർ, വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സത്യവിശ്വാസികളെ,
അല്ലാഹു സുബ്ഹാനഹു തആലയെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിച്ച് സ്വർഗം കാംക്ഷിച്ചുകൊണ്ട് പരലോകത്തെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ഏതു സമയത്തും പരലോകത്തെക്കുറിച്ചുള്ള ഒരു പേടി, ഒരു ഓർമ്മ, ഒരു ഭയം. ഈ ലോകത്ത് നശ്വരമായ ജീവിതമാണ്, അനശ്വരമായ ഒരു ജീവിതത്തിലേക്ക് ഞാൻ പോകേണ്ടവനാണ്. എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കേണ്ടവനാണ് ഒരു മുഅ്മിൻ എന്ന് പറയുന്നവൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതി വെച്ചത് ഒരു മഹാനായ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനയാണ്. റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അഥൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുക. ആ മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് പറയാതെ ഓർക്കാതെ ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് ഒരു ദിനവും കടന്നു പോകുന്നില്ല. സുബഹിക്ക് എഴുന്നേൽക്കുന്നത് മുതൽ അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഓരോ മുഅ്മിനും രാവിലെ അദ്കാർ സബാഹിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അതിലും ഇബ്രാഹിമിൻ്റെ പേരുണ്ട്. നമ്മൾ നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ ഓതുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിമിൻ്റെ മില്ലത്തിലായിരിക്കണം എൻ്റെ ജീവിതം. ആ ഫിത്രത്തിൽ, ഇസ്ലാമാകുന്ന ഫിത്രത്തിലാണ് എന്നെ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നത്. ഇബ്രാഹിം നബിക്കും കുടുംബത്തിന് ഏതൊരു ശാന്തിയും ഏതൊരു സമാധാനവും നൽകിയോ, ആ ശാന്തിയും സമാധാനവും നമ്മുടെ മേധാവായ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകണമേ. ഇത് പ്രാർത്ഥിക്കാത്തൊരു നമസ്കാരമില്ല, ഇത് പറയാത്തൊരു മുഅ്മിനില്ല, ഒരു വിശ്വാസിയില്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം ഇബ്രാഹിമിൻ്റെ പേര് പറയുന്നു? ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്തു അബീനാ ഇബ്രാഹിം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിമിൻ്റെ ദുആയുടെ ബാക്കിയാണ്, ഈ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വൈദിബ്തലാ ഇബ്രാഹീമ, അല്ലാഹു സുബ്ഹാനഹു തആല സകലവിധ പരീക്ഷണങ്ങൾ, 40ഓളം പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, അതിനെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഞാൻ എന്തിനാണ് ഇത്രയധികം മുഖവരകൾ? നിങ്ങൾ സാധാരണ പല ഖുതുബകളിലും കേട്ടതാണ്. എന്തിനാണ് ഈ മുഖവര നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എന്ന് വെച്ചാൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം, എൻ്റെ ഖലീലാണെന്ന് യത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, എൻ്റെ സ്നേഹിതനാ അല്ലാഹ് പറഞ്ഞത്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന. ഇത്രയൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ടും ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ വ ഇബ്രാഹിം അല്ലദീ വഫാ. എണ്ണിയാൽ ഒടുങ്ങാത്ത 25ഓളം സൂറത്തുകളിൽ 69ഓളം സ്ഥലങ്ങളിൽ ഓ മഹാപ്രതിഭയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹ് പരാമർശിക്കുന്നു. സാധാരണക്കാരനല്ല. എന്നിട്ട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന പ്രാർത്ഥന, എന്നാണ് ഈ പ്രാർത്ഥന ഞാൻ അത്രയും മുഖവര പറഞ്ഞതെന്തിനാ? ഈ പ്രാർത്ഥനയുടെ ഗൗരവം അറിയാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനാണ്. റബ്ബി ലാ തുഖ്സിനി യൗമ ലാ യുബ്അസൂൻ, റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ഈ ദുനിയാവിൽ എന്ത് പ്രശസ്തി ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് നേതൃത്വ പാഠവും ഉണ്ടായിട്ടും കാര്യമില്ല, എനിക്ക് എന്ത് നേതൃത്വം കിട്ടിയിട്ടും കാര്യമില്ല. ഞാനൊരു നേതാവാകാം,
എനിക്ക് നീ പ്രവാചകനാക്കിയിട്ടുണ്ടാകാം. ഇതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമല്ല. അല്ലാ, എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. റബ്ബി ലാ തുഹ്സിനീ യൗമ യുബ്അസൂൻ. ഈ ലോകത്ത് അഭിമാനമല്ല എനിക്ക് പ്രശ്നം. ഈ ലോകത്ത് അപമാനിച്ചവരുണ്ട്, തീയിലെറിഞ്ഞവരുണ്ട്, കൊല്ലുമെന്ന് പറഞ്ഞവരുണ്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ ഉണ്ടായാൽ ഒരു അപമാനമല്ല, ഇതൊന്നൊരു മാനക്കേടല്ല. അഭിമാനവും തന്നിട്ടുണ്ട്. എനിക്ക് എന്നെ നീ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സ്തഫൈനാഹു ഫിദ്ദുന്യ, ദുന്യാവിൽ ഏറ്റവും നല്ലതായി തിരഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിന്റെ മുമ്പിൽ പറയാനുള്ളൊരു അപേക്ഷയാണ്. ലാ തുഹ്സിനീ യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, എന്നെ നീ നാളെ കോടാനക്കോടി ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് വിചാരണ ചെയ്യും. എൻ്റെ കുടുംബക്കാരുണ്ടാകും, എൻ്റെ ഉപ്പയുണ്ടാകും, എൻ്റെ ഭാര്യയുണ്ടാകും, എൻ്റെ മക്കളുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അവരെ മുമ്പിൽ വെച്ച് എന്നെ മാനക്കേടാക്കല്ലേ അല്ലാ. അവരെ മുമ്പിൽ എന്നെ മാനക്കേട് പെടുത്തല്ലേ അല്ലാ. കോടാനക്കോടി ജനങ്ങളിൽ വെച്ച് വിചാരണ ചെയ്തുകൊണ്ട് എന്നെ അപമാനപ്പെടുത്തല്ലേ അല്ലാ. ഇത് പ്രാർത്ഥിക്കുന്നൊരു പ്രവാചകൻ്റെ നിലയും വിലയും മനസ്സിലാക്കാൻ ആദ്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മളാരാ? ആ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ലാ തുഹ്സിനി, എന്നെ നീ മാനക്കേടെടുത്ത് വരുത്തല്ലേ. ഈ മാനക്കേടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ അപമാനത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൽ നമ്മൾ സമ്പാദിക്കുന്നവരാ, ഒരുപാട് കൊട്ടാരങ്ങളുണ്ടാക്കിയവരാ, ഒരുപാട് വീടുകളുണ്ടാക്കിയവരാ, കാടുകളുണ്ട്, പ്രശസ്തിയുണ്ട്. ഈ ലോകത്തെ അപമാനം നമ്മൾ സഹിക്കുന്നുണ്ടോ? ഈ നമ്മൾ സാധാരണ പറയുന്ന വാക്കെന്താ? മക്കളോട് എനിക്ക് മാനക്കെടാക്കല്ലേ മക്കളെ എന്ന് പറയും. ഒരു സദസ്സിലിരിക്കുമ്പോൾ തൻ്റെ മാനക്കേട് പോകുന്ന ഒരു സദസ്സാണെങ്കിൽ ആ സദസ്സിന് എഴുന്നേറ്റ് പോകും, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു കോപമുണ്ടാകുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ, മാനക്കേടിന് എല്ലാവർക്കും അഭിമാനമാണ് പ്രശ്നം. ഈ ലോകത്ത് അഭിമാനമല്ല, ഈ ലോകത്ത് അപമാനമല്ല പ്രശ്നം. റബ്ബി ലാ തുഹ്സിനീ യൗമ തുബ്അസൂൻ. അല്ലാഹുവേ, എന്നക്ക് മാനക്കേട് വരുത്തല്ലേ, എന്നെ അപമാനിക്കല്ലേ. കോടാനക്കോടി ജനങ്ങളിൽ വെച്ച് എന്നെ വിചാരണ ചെയ്യും, എന്നെക്കുറിച്ച് ചോദിക്കപ്പെടും, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കപ്പെടും. അന്ന് നിൻ്റെ മുമ്പിൽ എന്നെ നീ കടക്കടാ ഇബ്രാഹീമേ നരകത്തിലേക്കെന്ന് പറയല്ലേ എന്നാ. ഇതല്ല ഏറ്റവും വലിയ മാനക്കേട്. ഒരാൾ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാനക്കേട്. അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിൽ പറഞ്ഞു, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിസ്സാലിമീന മിൻ അൻസാർ. അല്ലാഹു തആല പറയുന്ന സൂറത്ത് ആല ഇംറാന്റെ അവസാന ഭാഗങ്ങളിൽ, റബ്ബേ, എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കല്ലേ അല്ലാഹ്. ഫഖദ് അഖ്സൈത, നീ ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അപമാനം. അതാണ് ഏറ്റവും വലിയ അപമാനം. കോടാനക്കോടികളിൽ വെച്ച് ഞാൻ ഇന്ന് വലിയ തൊപ്പിയിട്ടവനാണ്, കൂട്ടിട്ടവനാണ്, നമസ്കരിക്കുന്നവനാണ്, ഇമാമത്തിന് നേതൃത്വം നൽകുന്നവനാ, ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവനാ. എനിക്ക് അഭിമാനമുണ്ട്, നാട്ടിൽ എനിക്ക് പേരുണ്ട്, പ്രശസ്തിയുണ്ട്. ഇതെല്ലാം അല്ലാഹു തആല നാളെ വിചാരണ സന്ദർഭത്തിൽ മതിയടാ, ഇനി നിർത്ത്, നിനക്കെന്ത് അഭിമാനമാ ഉള്ളത്? കടക്കടാ നരകത്തിലേക്ക് എന്നുള്ള പറയില്ലേ, ആക്രോശിക്കില്ലേ? ആ ദിവസത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? വലാ തുഹ്സിനീ യൗമ യുബ്അസൂൻ. നമ്മൾ പ്രാർത്ഥിക്കണ്ടേ, പറയണ്ടേ, എനിക്ക് മാനക്കേടുണ്ടാക്കല്ലേ അല്ലാ, എന്നെ അപമാനപ്പെടുത്തല്ലേ അല്ലാ, എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കല്ലേ അല്ലാ. ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, നീ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അതാണ് ഏറ്റവും വലിയ അപമാനം, അതാണ് ഏറ്റവും വലിയ മാനക്കേട്. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തല്ലേ അല്ലാ. മറ്റൊരു സ്ഥലത്ത് ആല ഇംറാനിൻ്റെ അവസാനം അതിൻ്റെ 2 ആയത്തും കൂടെ ആയിട്ട് വന്നാൽ, റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. അല്ലാഹുവേ, നിൻ്റെ പ്രവാചകന്മാരെ, നിൻ്റെ കിതാബും നിൻ്റെ ഹദീസും നിൻ്റെ പ്രവാചകനെയും വിശ്വസിച്ചവരാ. അവർ പല വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളെല്ലാം വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക്, സ്വർഗം നൽകണേ അല്ലാഹ്, വലാ തുഖ്സിനാ യൗമൽ ഖിയാമ.
വലാ അടിവരേണ്ട വാക്കാണ്. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നെ അപമാനപ്പെടുത്തല്ലേ അല്ലാ, ഖിയാമത്ത് നാളിൽ എനിക്ക് മാനക്കേടുണ്ടാക്കല്ലേ അല്ലാ. നമ്മളൊരു ദിവസം എത്ര പ്രാവശ്യം ഈ ദുആ പറയുന്നുണ്ട്? എല്ലാ പരീക്ഷണങ്ങളും 100% വിജയിച്ച ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം? 3 കാര്യങ്ങൾ അതൊക്കെ പറയുന്നത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്ന് എൻ്റെ മക്കളെ കൊണ്ട് ഉപകാരമില്ല. എൻ്റെ ഇസ്മായിലാണെങ്കിലും എൻ്റെ ഇസ്ഹാഖാണെങ്കിലും, ഇസ്ഹാക്കിൻ്റെ പരമ്പരയിൽ 1000ഓളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഇസ്മായിലിൻ്റെ പരമ്പരയിൽ മുഹമ്മദുർ റസൂലുള്ളയും വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ മക്കൾ ഉപകാരപ്പെടാത്ത ദിവസമാണ്. വലാ യൻഫഉ മാലും വലാ ബനൂൻ, എൻ്റെ സമ്പത്തോ എൻ്റെ മക്കളോ എനിക്ക് ഉപകാരപ്പെടാത്ത ദിവസം. അല്ലാഹുവേ, അല്ലാഹുവേ, എന്നെ നീ മാനക്കേടുണ്ടാക്കല്ലേ, അപമാനപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൊട്ടടുത്ത ആയത്ത്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നവൻ, നിന്റെ സ്വർഗത്തിൻ്റെ അവകാശി, നീ അഭിമാനം കൊടുക്കുന്ന വ്യക്തി, സംശുദ്ധമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മരണത്തെ ചിന്തിച്ചുകൊണ്ട്, മരണത്തിന് ഞാൻ അടിമപ്പെടേണ്ടവനാണ്, കബറിൽ കിടക്കേണ്ടവനാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കേണ്ടവനാണ്, മഹ്ശറയിൽ എന്നെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന ബോധത്തോടെ ജീവിക്കുന്നവനിക്ക് ഈ അപമാനമുണ്ടാവൂല, മാനക്കേടുണ്ടാകൂല, അഭിമാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വാമോനെ സ്വർഗത്തിലേക്ക് ഉദ്ഖുലൂ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നത്തു ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ്യാ. ഭാമോനെ കഷ്ടപ്പെട്ടതല്ലേ, ഒരുപാട് പ്രയാസപ്പെട്ടവനല്ലേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായില്ലേ, കല്ലേറ് കിട്ടിയല്ലേ, നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ, ചീത്ത കേട്ടില്ലേ, വിഷമിക്കേണ്ട. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലത്തി കുന്തും തുഅദൂൻ. പേടിക്കണ്ട കേട്ടോ, ഇനി വിഷമമുണ്ടാകൂല, ഒരു പ്രയാസമുണ്ടാകൂല, ആരും കല്ലെറിയില്ല, ആരും ചീത്ത വിളിക്കില്ല, ആരും നാട്ടിൽ നിന്ന് പുറത്താക്കൂല, ആരും നിന്നെ വിമർശിക്കൂല. ലാ തഖാഫു വലാ തഹ്സനു, വിഷമിക്കണ്ട, ബേജാറാകണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലത്തി കുന്തും തുഅദൂൻ. നിന്റെ പ്രവാചകന്മാരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമിതാ, ഞാനിതാ നിന്നെ കാത്തിരിക്കുന്നു. നീ മരണപ്പെട്ടതിനോട് കൂടെ തന്നെ നിനക്ക് വേണ്ടി ഞാനിവിടെ റൂസ്. ആരാ പറയുന്നത്? ഒരു മുഖ്യമന്ത്രിയുടെ വാക്കല്ല, ഒരു മന്ത്രിയുടെ വാക്കല്ല, ഒരു പ്രധാനമന്ത്രിയുടെ വാക്കല്ല, ഈ നാട്ടിലെ ഒരാളുടെയും വാക്കല്ല. അല്ലാഹ് പറയുന്നു, നുസുലം മിൻ ഗഫൂരിർ റഹീം. എൻ്റെ അടിമ മരിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്തേക്ക് വരിക, ഒരു മലക്കൂടെ വിളിക്കും, അവനിക്കുള്ള റൂപ് ഞാൻ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്, അവനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെക്കുക. അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ അഭിലാഷങ്ങളും, ഒരുപാട് ദുനിയാവിൽ ആഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് ആശകളുണ്ടായിട്ടുണ്ട്, അതെല്ലാം അവൻ ഒഴിവാക്കിയവനാണ് എനിക്ക് വേണ്ടി. ഇന്നിതാ അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നു, റൂം റെഡിയാക്കൂ എന്ന് മലക്കൂരോട് പറഞ്ഞുകൊണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അള്ളാഹ് നമ്മളെ കാത്തിരിക്കുക നമുക്ക് വേണ്ടി. നുസുലം മിൻ ഗഫൂർ, ഒരു അതിഥി VIP അതിഥി വരുന്നത് പോലെ. എൻ്റെ അടിമ മരിച്ചു, എനിക്ക് വേണ്ടി വറക്കമൊഴിഞ്ഞവനാ, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവനാ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തവനാ, പ്രവർത്തിച്ചവനാ, അവനിക്ക് വേണ്ടി റൂം റെഡിയാക്കിയെന്ന് അള്ളാഹു തൻ്റെ മലക്കുകളെ വിളിച്ച് പറയും. നുസുലം മിൻ ഗഫൂരിർ റഹീം. ഒരു അതിഥി വരിക എന്ന് പറഞ്ഞാൽ, നുസുൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അതിഥി എന്നാ. എൻ്റെ അതിഥിയാ വരുന്നത്, ഞാൻ ആരാ? ധാരിക്കാ കിട്ടുക. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നിങ്ങൾ ദുനിയാവിൽ അധ്വാനിക്കുന്നതില്ലേ, കഷ്ടപ്പെടുന്നതില്ലേ, എന്ത് കിട്ടിയാലും നമുക്ക് മതിയാകാത്തവനല്ലേ. ദുനിയാവിലുള്ള മോഹം അവർക്ക് പറഞ്ഞതല്ല. അള്ളാഹ് കൽബുൻ സലീം കൊണ്ട് അള്ളാഹുവിനെ അവൻ സത്യമായി അറിയണം. മരണത്തിന് ശേഷം ഒരു വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, സിറാത്തുണ്ട്, ഹിസാബുണ്ട്.
ഇതിലൊക്കെ ഞാൻ അഭിമുഖീകരിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തണം. എൻ്റെ ജീവിതത്തെ ഞാൻ തോന്നിയാസിയായി ജീവിച്ചാൽ പോരാ, അനുസരണയുള്ള ഒരു അടിമയായി ജീവിക്കണം. കമാ അസ്ലിം യാ ഇബ്രാഹിം അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിമേ ഒരു പരിപൂർണ മുസ്ലിം ആകുന്നു പറഞ്ഞപ്പോൾ യാ അല്ലാഹ് 100% എന്ത് പറഞ്ഞാലും എൻ്റെ ഭാര്യയും മക്കളെയും ആരാരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഞാൻ ഉപേക്ഷിക്കണമോ? ഉപേക്ഷിക്കാൻ റെഡിയാണ്. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകനറുക്കാനാണ് കൽപ്പന പറഞ്ഞിട്ടുള്ളത്, അതിനും ഞാൻ റെഡിയാണ്. അല്ലാഹ് എന്നെ തീക്കുണ്ടാരത്തിലേക്ക് പ്രബോധനത്തിൻ്റെ പേരിൽ, ദഅവത്തിൻ്റെ പേരിൽ എന്നെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാനാണ് തീരുമാനമെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്. അല്ലാഹ് മലക്കുകളെ നിങ്ങളെ സഹായം വേണ്ട, ആരാരും എൻ്റെ സഹായം വേണ്ട. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഇത് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഈ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മനസ്സിലാക്കി നമ്മൾ പേര് കൊണ്ട് മുസ്ലിമാണ്. ഈ അള്ളാഹിനെ കുറിച്ച് അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇത്രയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. മക്കളെ കണ്ടാൽ ഉപ്പ തിരിച്ചോടും, ഒളിച്ചോടുന്നതായ ഒരു ദിവസം. ഉപ്പയെ കണ്ടാൽ മക്കളും ഒളിച്ചോടും, ഭാര്യ ഒളിച്ചോടും, സഹോദരന്മാർ ഒരാൾക്കും ഒരാളുടെ രക്ഷ കിട്ടാത്ത ദിവസമാണ് കിട്ടുന്നത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനിഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി. മുമ്പിൽ യുബസ്സറൂനഹും, മുമ്പിൽ കാണുന്നുണ്ട് എൻ്റെ മോനാ, അത് എൻ്റെ അനുജനാ, അത് എൻ്റെ ജ്യേഷ്ഠനാ, അത് എൻ്റെ ഉപ്പയാ. ഞാൻ കരളേ കരളേ എന്ന് വിളിച്ച എൻ്റെ ഭാര്യ, എൻ്റെ പൊന്നുമക്കളെ എന്ന് വിളിച്ച മക്കളാ. യുബസ്സറൂനഹും, മുമ്പിൽ വെച്ച് കാണുന്നുണ്ട്, നടക്കുന്നുണ്ട്. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീഹി. സ്വന്തമെന്ന് കരുതിയതെല്ലാം ഞാൻ വിട്ടു അല്ലാഹ്. എൻ്റെ സ്വന്തത്തെ മുഴുവൻ നീ എടുത്തോ. മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സമ്പത്തുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, ചങ്കുകളുണ്ട്. ഒരാളെ കൊണ്ട് ഉപകാരം കിട്ടില്ല എന്ന് മനസ്സിലായി. അല്ലാഹ് എന്നെ ഇവർക്ക് പകരമെടുത്തിട്ട് എന്നെ രക്ഷപ്പെടുത്തു അല്ലാഹ്. മായാവി കഥയല്ല, പരിശുദ്ധ ഖുർആനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹ് പറയുന്നു, ഞാനും നിങ്ങളും പറയുന്ന വാക്കുകളാ, ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട വാക്കുകളാ. ഇതൊരു കഥയായി ചരിത്രമായിട്ടൊന്നും കാണണ്ട നിങ്ങൾ. അതുകൊണ്ട് റബ്ബി ലാ തുഖ്സിനി, എണ്ണപ്പെട്ട ദിവസങ്ങൾ വന്നില്ലേ? ദുൽഹജ്ജ് മാസത്തിൻ്റെ പ്രാധാന്യങ്ങൾ, 10 ദിവസത്തിൻ്റെ പ്രാധാന്യം, അയ്യാമുൽ തശ്രീഖിൻ്റെ പ്രാധാന്യം, ദുൽഹജ്ജ് മാസത്തിൻ്റെ പ്രാധാന്യം, തൊട്ടടുത്ത് വരുന്ന മുഹറം മാസത്തിൻ്റെ പ്രാധാന്യങ്ങൾ, ഇതൊക്കെ അറിയുന്നതല്ലേ? അവസരങ്ങളല്ലേ? ഓഫറുകളല്ലേ? പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞതല്ലേ? നരകത്തെ കണ്ട് ജീവിച്ചോടൂ, സ്വർഗത്തെ കണ്ട് മുന്നിൽ കാണണം. നരകത്തിലേക്ക് കൊണ്ടുവരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും, ഏറ്റവും ഉന്നതനായ എൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, എനിക്ക് മാനക്കേട് ഇവിടെ എന്ത് കിട്ടിയാലും എനിക്ക് പൈസ കൊടുത്താൽ മാറ്റാൻ വേണ്ടി പറ്റും, സ്വാധീനം കൊണ്ട് മാറ്റാൻ വേണ്ടി പറ്റും, മന്ത്രിയുടെ ഒത്താശയുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് ഈ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റേ? നാളെ എനിക്ക് ഒരാളുടെയും കൽബും സലീം ഉണ്ടാക്കിയാൽ സ്വർഗം കിട്ടും, മാനക്കേടുണ്ടാവൂല. ആ മാനക്കേടുണ്ടാകാതിരിക്കാൻ കൽബും സലീം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 3 കാര്യങ്ങൾ അല്ലാഹു തആല തൊട്ടടുത്ത് പറഞ്ഞുതരാ. ഒരേ സൂറത്തിൻ്റെ 3 ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. ഈ 3 കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് രക്ഷയുടെ മാർഗം? നിങ്ങൾ എല്ലാവിധ രക്ഷക്കെത്തുമ്പോൾ നിങ്ങളെ മക്കളും സമ്പത്തും രക്ഷക്കെത്തൂല എന്ന് പറയുന്നു. മാനക്കേടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നു എന്താണ് കൽബുൽ സലീം? അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും, എന്തെല്ലാം മരണങ്ങളാ. കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ മുമ്പിലുണ്ടായ വ്യക്തി ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്.
നമ്മുടെ നാട്ടിൽ നടന്നതല്ലേ. കഴിഞ്ഞ ആഴ്ചത്തിന് മരണം രാത്രി ഉറങ്ങുമ്പോൾ ഭാര്യ ഒന്നിച്ചുറങ്ങിയതാണ്, മക്കളൊന്നിച്ചുറങ്ങിയതാണ്. സാധാരണ രാവിലെ നിൽക്കുമ്പോൾ എഴുന്നേറ്റതാണ്, കടയിലേക്ക് വന്നതാണ്, കടൻ്റെ ഷട്ടർ തുറന്നതാണ്, സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചതാണ്. ഒന്നിരിക്കാൻ പറ്റിയോ? അതോടെ വീണില്ല. അത് നമ്മുടെ നാട്ടിലല്ലേ, പ്രായമായിട്ടില്ല. ഏത് സമയത്തും ഈ മിമ്പറിൽ നിന്ന് ഞാൻ ഇറങ്ങുമോ, ഈ പള്ളിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമോ? കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ മരണപ്പെട്ട ഒരു വലിയതായ ഒരു ഇമാം, മസ്ജിദിലെ ഇമാം മരണപ്പെട്ടത് നമ്മൾ വാർത്ത കണ്ടതല്ലേ. നമ്മുടെ നാട്ടിൽ ഉള്ളാളുന്ന പ്രദേശത്ത് അബറാറെന്നൊരു മസ്ജിദ് കോളേജ് ഉദ്ഘാടനത്തിൻ്റെ സദസ്സിൽ വന്ന വ്യക്തിയാ. ഇന്നലെ ളുഹർ നിസ്കരിക്കാൻ, ളുഹർ നിസ്കരിക്കാൻ പള്ളിയിലെ ഇമാമാ. വന്നവുടനെ തഹിയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാൻ കൈകെട്ടിയതാ. സുജൂദിൽ വെച്ച് മരണപ്പെട്ട വാർത്ത നമ്മൾ കണ്ടതല്ലേ, സോഷ്യൽ മീഡിയയിൽ കണ്ടതല്ലേ. ഇതാ മനുഷ്യൻ്റെ ആയുസ്സെന്ന് പറയുന്നു. അതിനെ മരണം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്തും മരണം വരാം. നമ്മൾ എന്തുണ്ടാക്കി? ഖൽബ് സലീമാണോ? എന്തിനാണ് നമുക്ക് ഈ 5 വക്ത് നിസ്കരിക്കുന്നതാണ് പറയുന്നത്? നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായോ? നമ്മളെ വാക്കിൽ മാറ്റമുണ്ടായോ? നമ്മുടെ കേൾവിയിൽ മാറ്റമുണ്ടായോ? നമ്മളെ കണ്ണുകൂടെ നോട്ടത്തിൽ മാറ്റമുണ്ടായോ? നിൻ്റെ കുടുംബജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയോ? നിൻ്റെ സാമൂഹിക ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയോ? നിൻ്റെ ബിസിനസ്സിൽ മാറ്റമുണ്ടാക്കിയോ? പാവപ്പെട്ടവരെ നിൻ്റെ കണ്ണിൽ കണ്ടോ? എത്ര ആൾക്കാർ മഴ പെയ്ത് വർഷിക്കുന്നുണ്ട്. ഒരു ചെറ്റക്കൂരയിൽ താമസിക്കുന്ന എത്ര പേര്? നമ്മൾ കൊട്ടാരത്തിൽ താമസിക്കുന്നവരല്ലേ. വെള്ളം വെറ്റിയിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത എത്ര പേരുണ്ട്. സ്കൂളുകളും മദ്രസകളും തുറന്നില്ലേ. ഒരു ബുക്ക് വാങ്ങാൻ കഴിവില്ലാത്ത എത്ര പേർ നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളെ മുമ്പിൽ കണ്ണു കാണുമ്പോൾ അതിനൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയണ്ടേ? എന്തുണ്ടാക്കി? ഖൽബ് സലീമിന് നാവുകൊണ്ട് ശ്രദ്ധിച്ചോ? മറ്റുള്ളവരെ കുറ്റം പറയാൻ നിർത്തിയോ? മറ്റുള്ളവരെ അപമാനിക്കാൻ നിർത്തിയോ? മറ്റുള്ളവരുടെ അഭിമാനത്തിന് ശതപുരത്ത് നിർത്തിയോ? നമസ്കാരം കൊണ്ട് കാര്യമായോ? സ്വഭാവത്തിലില്ല, വാക്കിലില്ല, സംസാരത്തിലില്ല, നോട്ടത്തിലില്ല, കേൾവിയിലില്ല, കുടുംബത്തിലില്ല, മക്കളിലില്ല, ഭാര്യയിലില്ല. ഒരു കല്യാണം വന്നാൽ അടിച്ചു പൊളിക്കുക. ഹറാമാണോ ഹലാലാണോ നടക്കുന്നു നോക്കാറ്? നമ്മളൊക്കെ പോയി ഒന്നും വരുന്നില്ലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ കേൾവിയെക്കുറിച്ച് മറുപടി പറയണ്ടേ? നമുക്ക് ഏതിലാ സൂക്ഷ്മതയുള്ളത്? നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളല്ല, കഴിയുന്ന കാര്യങ്ങളിൽ പോലും നമുക്ക് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അള്ളാഹു തആല നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു ദുആയും കൂടെ നിങ്ങൾ മുമ്പിൽ വെക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഹബിലി ഹുക്മൻ, എനിക്കിനി തത്വജ്ഞാനം നൽകണേ അല്ലാ. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ പ്രാർത്ഥന എന്താണ്? തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ മലയാളത്തിൽ അങ്ങ് പറയാൻ പറ്റും. എന്താണ് ഹുക്മെന്ന് പറഞ്ഞാൽ? ഐ അരിഫ അൽ അഹ്കാം, അള്ളാഹുവിൻ്റെ ഹുക്കുമുകൾ അറിയല. വയുബയ്യിനുൽ ഹലാല വൽ ഹറാം, എന്താണ് ഹറാം എന്താണ് ഹലാലെന്ന് വേർതിരിക്കാനുള്ള കഴിവ്. നമ്മൾ പറയും ഉസ്താദേ ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടല്ലേ, ഹലാൽ എന്താണെന്ന് എനിക്കറിയാം, ഞാൻ ഹലാൽ തിന്നാറില്ല, പന്നിമാംസം തിന്നാറില്ല, പട്ടിമാംസം തിന്നാറില്ല, ഹറാമെന്നറിയാം. സമ്പാദ്യത്തിന് ഞാൻ നല്ലതൊക്കെ ഉണ്ടാക്കുന്നത് അത് പലിശ വാങ്ങിയിട്ടാണെങ്കിലും, പലിശയിലുണ്ടാക്കുന്ന മുതലാണെങ്കിലും, പലിശയിലുണ്ടാക്കുന്ന കടയാണെങ്കിലും, പലിശ തൊട്ടതെല്ലാം ഹറാമ് തന്നെ. അത് മാത്രമാണ് ഹലാൽ. ഈ പള്ളിയിൽ നമ്മൾ ഇരിക്കുന്ന ഇരുത്തത്തില്ല ഹലാലും ഹറാമും. എന്താ ഹലാല്? വന്ന ഉടനെ സഫ് കെട്ടിയിരിക്കുക, സംസാരിക്കാതിരിക്കുക, ഖുത്ബ ശ്രദ്ധിക്കുക, നമസ്കരിക്കുക, പോകുക. ഇത് ഹലാലാണ്. ഹറാം എന്താ? വന്ന ഉടനെ സഫില്ലാതെ അലംഭാവമായി ഇരിക്കുക, ഖുത്ബ കേൾക്കാതിരിക്കുക, സംസാരിക്കുക. ഇതൊക്കെ നമുക്ക് ഹറാമാണ്. ജുമുഅ പോലും ഫസാദാവുന്നത് സംസാരിച്ചാൽ. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? തിന്നുന്നതിലില്ലേ, കുടിക്കുന്നതിലില്ലേ, നടക്കുന്നതിലില്ലേ, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഹലാലും ഹറാമില്ലേ, നമസ്കാരത്തിലില്ലേ ഹലാലും ഹറാമും. അള്ളാഹ് പറഞ്ഞത്, അള്ളാഹ് റസൂൽ പറഞ്ഞത് കാണിച്ചെന്ന് മാത്രം പ്രവർത്തിക്കുക, അതാണ് എൻ്റെ ഹലാല്. നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തി, ചുരുങ്ങം വായിച്ചിട്ട് നിസ്കരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അള്ളാഹു അക്ബർ സ്റ്റാൻഡിൽ കൈയിനെ ചപ്പിക്കുക, പിന്നെ നിസ്കരിക്കുക. ഹറാമാണ്, നിസ്കാരം ശരിയാവില്ല.
നിസ്കാരത്തെ ധൃതി കാണിക്കുക. എന്തൊക്കെയുണ്ട് നമ്മൾ ഹലാൽ ഹറാമ വിചാരിച്ച് തിന്നുന്നതിനും കുടിക്കുന്നതിനും പൈസയിലും മാത്രം കേൾക്കുന്നതിലുണ്ട്. നല്ലത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, ഹലാലാണ്. ഹറാമായത് കേൾക്കാൻ പാടില്ല. സംസാരിക്കുന്നതിന് ഹലാലും ഹറാമും ഉണ്ട്. നല്ലത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, നല്ലതല്ലാത്ത സംസാരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. നമ്മൾ നോക്കുന്നതിലും ഹറാമുണ്ട്, ഹലാലുണ്ട്. നല്ലത് മാത്രമേ നോക്കാൻ പാടുള്ളൂ, നല്ലതല്ലാത്ത നോക്കുന്നത് ഹറാമാണ്. ഏതെല്ലാം മേഖലകളുണ്ടോ എല്ലാത്തിലും ഹലാൽ. 97% ഹലാലാ, 1% മാത്രമേ ഹറാമുള്ളൂ. അത് സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമുക്ക് ഹലാലായിട്ട് 97% കൂടെ 2-3 ഹറാമുള്ളൂ. അതിനെ സൂക്ഷിക്കാൻ പറ്റിക്കാത്ത നമ്മൾ സ്വർഗത്തിൻ്റെ ടിക്കറ്റ് ഇട്ട് കീശയിട്ട് നടക്കുക. നമ്മളാണ് യഥാർത്ഥ അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് സാലിഹായി മരിക്കണോ? വൽഹിഖ്നി ബിസ്സാലിഹീൻ. ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ശക്തിയും കഴിവും എനിക്ക് നൽകണേ അല്ലാഹ്. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി. വൽഹിഖ്നി ബിസ്സാലിഹീൻ. സ്വാലിഹായി ജീവിക്കാനും സ്വാലിഹായി മരിക്കാനും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലും എന്നെ പെടുത്തണേ അല്ലാഹ്. നേരത്തെ പറഞ്ഞ അതേ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിക്കുമ്പോഴും പറയുന്നു, കുറച്ചു നേരം എന്നെ പിന്തിപ്പിക്കോ, ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ നന്നായിക്കോളാം എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരണപ്പെട്ട് അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്തു, എന്നിട്ട് മയ്യത്ത് കട്ടിൽ വെച്ചു, എന്നിട്ട് അവർ മയ്യത്ത് കട്ടിലിനെ അവരെ പെരടിയിൽ വെച്ച് നടന്നു കൊണ്ടുപോകുന്നു. നല്ല സാലിഹായ രീതിയിൽ മരിച്ച മയ്യത്താണെങ്കിൽ ഹറാമ് നോക്കി ഹലാല് തിരിച്ചറിഞ്ഞ് ഹലാലനുസരിച്ച് ജീവിച്ച മനുഷ്യരാണെങ്കിൽ അവൻ പറയുന്നൊരു വാക്ക് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, കദ്ദിമൂനി കദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോവാ, എന്നെ വേഗം കൊണ്ടുപോ, എന്നെ അള്ളാഹ് കാത്തിരിക്കുന്നുണ്ട്, എന്നെ അള്ളാഹ് കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ റബ്ബ് കാത്തിരിക്കുക, എന്നെ വേഗം കൊണ്ടുപോകുമെന്ന് പറയും. ഇനി മോശമായ രീതിയിൽ ജീവിച്ച് ഹലാലും ഹറാമും തിരിച്ചറിയാതെ തോന്നിയാവസ്ഥയായി ജീവിച്ച് അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ യുക്തിക്കും തോന്നുന്നതെല്ലാം ഹലാലാക്കി ഹറാം എന്താണെന്ന് തിരിച്ചറിയാതെ ജീവിച്ചതാണെങ്കിലോ എന്നെ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത് ചങ്ങാതിമാരെ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നു ചോദിക്കുന്നു, അട്ടഹസിക്കുന്ന. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ വൈലഹാ അയ്ന യദ്ഹബൂന ബീ, എൻ്റെ നാശമേ, എന്നെ നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ എന്തിനാണ് ഈ ശിക്ഷയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യസ്മഉ സൗതഹാ കുല്ല ഷൈ, എല്ലാവരും ഈ ശബ്ദം കേൾക്കുമെന്ന, ഇല്ലൽ ഇൻസാൻ, മനുഷ്യരൊഴികെ, ഓരോ സമീഅഹ, മനുഷ്യരെങ്ങാനും കേട്ടിരുന്നുവെങ്കിൽ ലാ സുഈഖ, അട്ടഹസിച്ച് ബോധം കെട്ട് വീഴും. മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയോ? 4 കാല് അടിച്ച ആൾക്കാർക്ക് ബാക്കിൽ നാട്ടുന്ന ആൾക്കാർക്ക് ദുബൈയിൽ നിന്ന് വരാൻ വന്ന് മീത്ത് കണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അട്ടഹസിക്കുക. ഈ ശബ്ദം ഈ കൊണ്ടുപോകുന്നവർ കേട്ടാൽ ബോധം കെട്ടുപോലേ, ആ മയ്യത്ത് കെട്ടി താഴെ വീഴൂലേ, ഒരാൾക്ക് ആ മയ്യത്ത് ആ കാട്ടിലേക്ക് എത്തോ? അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞ വാക്കല്ല സുഈഖ. ആരാ ശബ്ദിക്കുന്നു? മരിച്ച ആകാശത്ത് നിന്ന് ശരിയല്ലല്ലോ, എൻ്റെ ചുമരിലുള്ള ആളാണല്ലോ അട്ടഹസിക്കുന്ന, എന്നെ കൊണ്ടുപോകല്ലേ എന്ന്. ഇത് താഴെ കേൾക്കുന്ന ആൾക്കാർ കേട്ടാലോ സുഈഖ, ബോധം കെട്ട് ബോധരഹിതനായി വീഴുന്ന. അപ്പൊ സാലിഹായ മരണം വേണോ? റബ്ബി ഹബിലി ഹുക്മൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. ഹറാമിനെ തിരിച്ചറിയണേ, ഹലാല് തിരിച്ചറിയണേ, ഹറാമെന്ന് ഉപേക്ഷിക്കണേ. ഹലാല് മാത്രമേ ചെയ്യാവൂ, എടുക്കാവൂ, പ്രവർത്തിക്കാവൂ. നമുക്ക് എത്ര ഫലം കിട്ടിയാലും ആർക്ക് പൈസ കൊടുക്കണേ, എവിടെ എടിച്ച് പേർന്ന് ലക്ഷങ്ങൾ കോടികൾ കൊടുക്കാൻ റെഡിയാ നമ്മൾ. ഹലാലെന്ന് നോക്കൂല, ഹറാമെന്ന് നോക്കൂല. നഷ്ടപ്പെട്ടതിന് ശേഷം പറയും, എൻ്റെ നഷ്ടമേ, അവൻ എന്നെ പറ്റിച്ചല്ലോ, അവൻ പോയല്ലോ എന്ന് പറയുന്ന വില. ഇങ്ങനെ പറയുന്ന ആൾക്കാരാ
എത്ര പാഠം പഠിച്ച് എന്നാലും നമ്മൾ പാഠം പഠിക്കുന്നുണ്ടോ? അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ അള്ളാഹുവെ ഞാൻ മാനം കെടുത്തല്ലേ എന്ന് പറയാൻ നാം ഓരോരുത്തരും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്താൻ ഓരോരുത്തർ ശ്രമിക്കുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ ഒഴിപ്പെട്ട് കീഴ്പ്പെട്ട് തഖ്വയനുസരിച്ച് ജീവൻ നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും സഹോദരം ഉണർത്തുന്നു. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സ്കൂളുകൾ തുറന്നവർ, മറ്റ് നീറ്റ് പരീക്ഷ എഴുതിയവർ, ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് അന്വേഷിക്കുന്നവർ, ഒരു കാര്യം നമ്മൾ മുസ്ലിമീങ്ങളാണെന്നുള്ള ബോധം ഏത് സ്കൂളിൽ ചേർക്കുമ്പോഴും വേണം. സ്വന്തം പിതാവിൻ്റെ വേണം. സ്വന്തം ഉണ്ടാക്കിയ മക്കൾക്കും മാതാവിനും പിതാവിനും ഇല്ലാത്ത ബോധം മക്കൾക്കുണ്ടാകൂല. 1-2 മാസം നമ്മളെ കൂടെ തന്നെ നമ്മളെ മക്കളുണ്ടായിരുന്നു. കൊടുക്കേണ്ടത് കൊടുത്തോ? അവർക്ക് കൊടുക്കേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ, ദഅവത്തും അള്ളാഹുവിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടിയോ? ഇല്ലെങ്കിൽ ആരെ കുറ്റം പറയാൻ? അടുത്തൊരു സ്കൂൾ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളൊക്കെ ഏത് സ്കൂളിൽ എൻ്റെ മക്കൾക്ക് ഇസ്ലാമിക ശിക്ഷയിൽ ജീവിക്കാൻ പറ്റാത്ത സ്കൂളാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കൾക്ക് ഇസ്ലാമിക നിസ്കരിക്കാനും ജിൽബാബും മറ്റും മക്കനെയൊക്കെ ഇടാനുള്ള അവസരമുള്ള പള്ളി സ്കൂളാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? വേണ്ട. എൻ്റെ മക്കൾക്ക് ദുന്യാവിലെ ലാഭമാണ് വേണ്ടത്, മാനമാണ് വേണ്ടത്. ഈ മാനം, ഈ ദുന്യാവിലെ മാനമല്ല മാനം വേണ്ടത് അവിടെയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ. മക്കളെ ചേർക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പഠിപ്പിക്കേണ്ടത് ഏത് രീതിയിൽ സാഹചര്യങ്ങളുണ്ട്. ഇല്ലാനിട്ടല്ല, പറ്റുന്ന സ്കൂളുകളുണ്ട്. നിസ്കാരത്തിനും മക്കനെയും എല്ലാം ദീനീ വേഷത്തിൽ നടക്കാൻ പഠിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്. അവിടത്തേക്കൊന്നും പോരാ, അത് നടന്നെത്തിയാൽ പോരാ. എൻ്റെ മക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥയൊക്കെ കുറെ കേട്ടില്ലേ? നാട്ടാർ എതിര്, വീട്ടാർ എതിര്, ഉപ്പ എതിര്, ഭരണകൂടം എതിര്, നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു, സാഹചര്യങ്ങൾ എതിരായിട്ട് പിടിച്ചു. അതാണ് ഈമാൻ. നമുക്ക് സാഹചര്യം അനുകൂല. എന്ത് പറയും മറുപടി? എൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല, എൻ്റെ ഭാര്യ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മറ്റവർ പറഞ്ഞു, എൻ്റെ അപ്പുറത്തെ വീട്ടുകാരൻ ഡോക്ടറായി, എഞ്ചിനീയറായി, അവർക്ക് നമസ്കാരമില്ല. ഇതാണോ പറയാൻ വേണ്ടി പോകുന്നത്? മിണ്ടാൻ പറ്റൂല എന്നാ, മിണ്ടാണ്ടിരിക്കണം എന്നുള്ള പറയും. എന്നാലല്ലേ കാരണം ബോധിപ്പിക്കുക. മിണ്ടാണ്ടിരിക്കണം, അനങ്ങാതിരിക്കുക എന്ന് പറയുന്ന അല്ല പറയുന്ന. ഇതൊക്കെ നമ്മൾ അറിയണം, മനസ്സിലാക്കണം. അള്ളാഹുലേക്ക് മടങ്ങാനുള്ളവനാണ്. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ലോകം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും നമ്മളെ മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഈ ചോദ്യത്തെ ഭയന്ന് ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? മത്സരിക്കണം. ഒരു ഇബ്രാഹിം ആകണം, ഒരു ആജറയാകണം, ഒരു ഇസ്മായിലാകണം. അതിനുള്ള പ്രാപ്തരാക്കാൻ ഞാൻ ഓരോരുത്തരും തയ്യാറാകുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. എല്ലാ ആഫത്തും മുസീബത്തും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ, അള്ളാഹുവെ ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, സഹോദരന്മാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസവും നീക്കിക്കൊടുക്കുമാറാകട്ടെ. സന്തോഷകരമായ ജീവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ജീവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين.
وأذل الشرك والمشركين اللهم دمر أعداء الدين اللهم دمر أعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أقم الصلاة